ഓർമ്മയ്ക്കായി ഭാഗം 84. ഒരു ഡിവോഴ്സിലൂടെ നിയമപ്രകാരം അവനിൽ നിന്നും അവളെ മോചിപ്പിക്കാൻ പറ്റും. അതായിരിക്കണം ഇനി ലക്ഷ്യം വെക്കേണ്ടത്. അവൾ തന്നെ ആൽഫ്രഡിൽ നിന്നും മോചനം ആഗ്രഹിക്കണം. ഡിവോഴ്സ് വേണമെന്ന് അവൾ തന്നെ പറയിപ്പിക്കണം. അവിടെയാണ് നിന്റെ കഴിവ് എന്ന് പറഞ്ഞുകൊണ്ട് ജയദേവ് മാണിക്കത്താൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അയാളുടെ വണ്ടി പോകുന്നത് നോക്കിക്കൊണ്ട് എല്ലാവരും നിന്നു. ഇത് എന്തൊക്കെയാമ്മേ മുത്തച്ഛൻ പറയുന്നത്? പാർത്ഥസാരഥി ചോദിച്ചു. അറിയില്ല, അച്ഛൻ എന്തോ തീരുമാനിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ചെറിയച്ഛൻ പറയുന്നത് കേട്ട് യുവരാജും പാർത്ഥസാരഥിയും തറഞ്ഞു നിന്നു. ഇനി എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ആര് എന്തൊക്കെ പറഞ്ഞാലും അവൾ ഈ നകുൽ മാണിക്കത്താൻ എന്ന് പറയുന്ന എൻ്റെ ചെറിയച്ഛൻ്റെ മകളാണ്. അപ്പോൾ എനിക്ക് സഹോദരിയായിട്ടാണ് വരുന്നത്. മുത്തച്ഛൻ പറഞ്ഞത് ശരിയാണ്, അവളെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു അവൾ ഈ വീട്ടിലെ കുട്ടിയാണെന്ന്. അതറിഞ്ഞു വന്നപ്പോൾ ഞാൻ അവളെ എൻ്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞതാണ്. ഇപ്പോൾ അവളെനിക്ക് എൻ്റെ സഹോദരിയെ പോലെയാണ് ഞാൻ കാണുന്നത്. മറ്റൊരു രീതിയിലും ഞാനിപ്പോൾ അവളെ കാണുന്നില്ല. ഞാൻ എങ്ങനെയാ അവളെ വിവാഹം കഴിക്കുന്നത്? എനിക്ക് പറ്റില്ല. ഇനി മുത്തച്ഛൻ എന്നല്ല, ആര് പറഞ്ഞാലും എനിക്ക് പറ്റില്ല. യുവരാജ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അവൻ്റെ റൂമിലേക്ക് നടന്നു. എല്ലാവരും പകപ്പോടെ നിന്നു. എന്തിനാ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്? അവൻ പറഞ്ഞത് ശരിയല്ലേ? അവൾ നകുൽ മാണിക്കത്താൻ്റെ മകളാണെങ്കിൽ ഞങ്ങൾക്ക് സഹോദരി തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും സഹോദരൻ വിവാഹം കഴിക്കില്ല. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നത്? അവൻ പറഞ്ഞത് സത്യമാണ്. അവൻ ആ കുട്ടി ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അതൊരിക്കലും അറിഞ്ഞുകൊണ്ടല്ല. നകുൽ ചെറിയച്ഛൻ്റെ മകളാണ് അവളെന്ന് അറിഞ്ഞപ്പോൾ അവൻ ശരിക്കും തകർന്നു എന്നുള്ളത് സത്യമാണ്. അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന എനിക്കറിയാമായിരുന്നു എത്രമാത്രം അവൻ വിഷമിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ പിന്നീട് അവൻ തന്നെ പറയുക ചെയ്തത്, എൻ്റെ സഹോദരിയല്ലേടാ, ഞാൻ അറിയാതെയല്ലേ എന്നൊക്കെ. സത്യമല്ലേ പറഞ്ഞത്? അവൾ ഞങ്ങളുടെ സഹോദരിയല്ലേ? അഗ്നിക്ക് അവളെ ആഗ്രഹിക്കാം, വിവാഹം കഴിക്കാം, അതിൽ തെറ്റില്ല. പക്ഷേ അങ്ങനെയാണോ യുവരാജും ഞാനൊക്കെ? ഒരിക്കലും ഇത് സമ്മതിക്കില്ല കേട്ടോ മുത്തശ്ശി. മുത്തശ്ശി തന്നെ മുത്തശ്ശനോട് പറഞ്ഞോളൂ, ഇതൊരിക്കലും നടക്കില്ല എന്ന് പാർത്ഥസാരഥി പറഞ്ഞു. മോനെ, നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ മുത്തശ്ശൻ്റെ സ്വഭാവം. അദ്ദേഹം ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയും കൽപ്പിക്കാത്ത ആളാണ്. പിന്നെ ഇപ്പോൾ ആ കുട്ടിയെ ഈ വീട്ടിലേക്ക് മരുമകളായി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് പോലും സ്നേഹം കൊണ്ടൊന്നുമല്ല. പറഞ്ഞില്ലേ അദ്ദേഹം തന്നെ, ആ കുട്ടിയുടെ പേരിലുള്ള സ്വത്തുക്കൾ അത് കണ്ടുവച്ചിട്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഒരിക്കലും മനുഷ്യത്വം, സ്നേഹം, കരുണ ഒന്നും ഇത്രയും വർഷമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെയല്ലേ ഇപ്പോൾ അദ്ദേഹം കാണിക്കാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ ആ കുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. അവൾ നകുലൻ്റെ മകളല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ അവൾ ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നകുലൻ്റെ മകളായിട്ടായിരിക്കില്ല, ഈ വീട്ടിലെ മരുമകളായിട്ടായിരിക്കണം ജീവിക്കേണ്ടത്. ലോകത്തിന് മുന്നിൽ ഒരിക്കലും നകുലൻ്റെ മകളാണ് അപർണ എന്ന് ആരും അറിയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം കൂടിയായിരിക്കും ഇത്, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി എന്താ ഇത്ര നിസ്സാരമായിട്ട് പറയുന്നത്? പാർത്ഥസാരഥി ചോദിച്ചു. ഞാൻ നിസ്സാരമായിട്ട് പറഞ്ഞതല്ല. ഈ വീട്ടിൽ എനിക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി ഈ വീട്ടിൽ വളർന്നേനെ. വർഷങ്ങളായിട്ട് മാണിക്കത്താന്മാരുടെ വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ കുട്ടിയാണ് അവൾ ഈ വീട്ടിൽ നിങ്ങളുടെ എല്ലാം സഹോദരിയായി, കുഞ്ഞനിയത്തിയായി ഈ വീട്ടിലുണ്ടായേനെ. പക്ഷേ നിങ്ങളുടെ മുത്തശ്ശൻ്റെ വാശി, ദേഷ്യം, അഹങ്കാരം, പിന്നെ സ്വത്തുക്കളോടുള്ള ആർത്തി, അതിലൊന്നും ബന്ധങ്ങൾക്ക് ഒരു വിലയും അദ്ദേഹം കൽപ്പിക്കില്ല. എൻ്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് മുത്തശ്ശിയോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ നിങ്ങൾക്ക് എനിക്ക് ഒരു ഉപകാരം ചെയ്തു തരാൻ സാധിക്കും. ആ കുട്ടിയെ എനിക്കൊന്ന് കാണുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും
എൻ്റെ നകുലൻ്റെ മകളല്ലേ. ധൃതി, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. അമ്മയ്ക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് പറഞ്ഞതാട്ടോ. മുത്തശ്ശി പറഞ്ഞതും ധൃതി അവരുടെ കയ്യിൽ വന്ന് പിടിച്ചു. എനിക്കറിയാം, ഞാനിവിടെ വന്ന കാലം തൊട്ട് അമ്മയുടെ അവസ്ഥ കണ്ടറിഞ്ഞതല്ലേ. ഇപ്പോൾ ഞങ്ങളും അനുഭവിക്കുന്നതല്ലേ. ഇവിടെ ഇപ്പോഴും ഞങ്ങളുടെ ഭർത്താക്കന്മാർക്കൊന്നും ഒരു അവകാശവുമില്ല. അച്ഛൻ പറയുന്നത് അനുസരിക്കുന്ന മക്കൾ, അത് മാത്രമാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാർ. ഞങ്ങളുടെ മക്കളെയും അങ്ങനെ ആക്കല്ലേ എന്നൊരു പ്രാർത്ഥനയായിരുന്നു. അവരെങ്കിലും സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യട്ടെ എന്ന് ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. എനിക്കെന്നല്ലാട്ടോ, ദേ ചേട്ടത്തിമാർക്കും എല്ലാവർക്കും ഉണ്ട്. എൻ്റെ മക്കളെങ്കിലും, അല്ല, ഞങ്ങളുടെ മക്കളെല്ലാവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജോലി ചെയ്യുകയും അവർക്ക് ഇഷ്ടമുള്ളവരെ ജീവിത പങ്കാളികളായി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. അത് പക്ഷേ അച്ഛനായിട്ട് നടത്തുമെന്ന് തോന്നുന്നില്ല. എന്തായാലും യുവരാജ് മോൻ പറഞ്ഞതുപോലെ ഒരിക്കലും ഈ ബന്ധം നടക്കാൻ പാടില്ല. അവർ സഹോദരി സഹോദരന്മാരാണ്. ആ കുട്ടി ഇവിടെ മരുമകളായിട്ട് കൊണ്ടുവരാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് വലിയ പാപമാണ്. നമ്മൾ അച്ഛൻ്റെ വാക്ക് കേട്ടുകൊണ്ട് അത് ചെയ്താൽ അതൊരിക്കലും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ധൃതി പറഞ്ഞു. അപ്പോൾ നീ പറയുന്നത് അഗ്നിദേവ് അവളെ വിവാഹം കഴിക്കട്ടെ എന്നാണോ? ധൃതിയുടെ സംസാരം കേട്ടുകൊണ്ടുവന്ന നകുൽ ചോദിച്ചു. എന്തുകൊണ്ടായിക്കോടാ? അവൾ അഗ്നിദേവിനെയോ ആൽഫിയെയോ വിവാഹം കഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ നിങ്ങളുടെ മകളാണ് അവൾ. ഒരിക്കലും ആ കുട്ടി അവളുടെ സഹോദരനെ വിവാഹം കഴിക്കാൻ പാടില്ല. ആദ്യം എതിർക്കേണ്ടത് നിങ്ങളായിരുന്നു. പക്ഷേ നിങ്ങളുടെ അച്ഛൻ പറയുന്നത് മിണ്ടാതെ നിന്ന് കേൾക്കുന്നു. അതെങ്ങനെയാണ്? ഒരിക്കലും നടക്കാൻ പാടില്ല. അത് അച്ഛനോട് നിങ്ങൾ തന്നെ പറയണം. ഒരിക്കലും അത് നടക്കില്ല എന്ന്. അവൾ എൻ്റെ മകളാണെങ്കിൽ ഒരിക്കലും യുവരാജിനെ അവൾ വിവാഹം കഴിക്കില്ല എന്ന് ധൃതി പറഞ്ഞതും നകുൽ അവരുടെ മുന്നിലേക്ക് വന്ന് നിന്നു. അപ്പോൾ അഗ്നിദേവിന് അവളെ വിവാഹം കഴിക്കാം. അങ്ങനെയാകുമ്പോഴാണല്ലോ കാളിയാർ മഠത്തിലേക്ക് ഇപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ മനക്കലെ സ്വത്തുക്കളും ശ്രീവിദ്യ അവളുടെ മകൾക്ക് വേണ്ടി സമ്പാദിച്ചിരിക്കുന്ന അത്രയും സ്വത്തുക്കൾ, പിന്നെ ഒരു വലിയൊരു ബിസിനസ് ഗ്രൂപ്പ് തന്നെയുണ്ട് ആ കുട്ടിയുടെ പേരിൽ. പിന്നെ ഇപ്പോൾ ശ്രീവിദ്യ വിവാഹം കഴിച്ചിരിക്കുന്ന ചന്ദ്രശേഖരൻ്റെ സ്വത്തുക്കൾ എല്ലാം കൂടി അച്ഛൻ പറഞ്ഞതുപോലെ വലിയൊരു സമ്പാദ്യത്തിന് ഉടമയാണ് അപർണ. ആ കുട്ടി ഈ വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് നിനക്കെന്താ കുഴപ്പം? അതെല്ലാം കാളിയാർ മഠത്തിന് കിട്ടട്ടെ എന്നാണോ നീ ആഗ്രഹിക്കുന്നത്? നമ്മുടെ കുടുംബം നശിച്ചാലും കുഴപ്പമില്ല, നിന്റെ കുടുംബത്തിന് ഉന്നതിയുണ്ടാകണം അല്ലേ? നകുൽ ചോദിച്ചതും പാർത്ഥസാരഥി നകുലിൻ്റെ മുന്നിൽ വന്ന് നിന്നു. ചെറിയച്ഛ, ആ കുട്ടി അപർണ എന്നെല്ലാം ചെറിയച്ഛൻ പറയുന്നുണ്ടല്ലോ. ചെറിയച്ഛൻ്റെ സ്വന്തം രക്തമാണത്, ചെറിയച്ഛൻ്റെ മകള്. അപ്പോൾ ആ കുട്ടിക്കുള്ള സമ്പാദ്യം ഉണ്ടാക്കേണ്ടത് ചെറിയച്ഛനായിരുന്നു, അല്ലാതെ മറ്റുള്ളവരുണ്ടാക്കിയതോ അവളുടെ അമ്മ വീട്ടിലുള്ളതോ ഒന്നുമല്ല. ആ കുട്ടിക്ക് വേണ്ട ആദ്യത്തെ സ്വത്ത് അവളുടെ അച്ഛനായിരുന്നു. അത് കൊടുക്കാൻ പറ്റാത്ത ചെറിയച്ഛൻ ഇപ്പോൾ അവളുടെ കയ്യിലേക്ക് വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ആ കുട്ടിയുടെ പേരിലുള്ള സ്വത്തുക്കളെക്കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? പാർത്ഥസാരഥി ചോദിച്ചു. നകുൽ ഒന്നും മിണ്ടാതെ തല കുനിച്ചു. ഇത് തന്നെയാ പ്രശ്നം. ഞങ്ങൾ ചെറിയച്ഛൻ്റെ സഹോദരൻ്റെ മക്കളാണ്. ഞങ്ങൾക്ക് മുന്നിൽ പോലും തല കുനിച്ച് നിൽക്കുന്നു ചെറിയച്ഛൻ. ഇതുപോലെ അന്ന് മുത്തച്ഛൻ്റെ മുന്നിൽ നിന്നതുകൊണ്ടല്ലേ അവരെ ചെറിയച്ഛനെ നഷ്ടപ്പെട്ടത്. അങ്ങനെയെങ്കിൽ ആ കുട്ടി ഇവിടെയല്ലായിരുന്നു വളരേണ്ടത്. പിന്നെ ഇത് ഞങ്ങളുടെ ചെറിയമ്മ തന്നെയാണ്, അവൻ ധൃതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങളുടെ ചെറിയമ്മയ്ക്കും നല്ലൊരു ജീവിതം കിട്ടിയാനേ. പക്ഷേ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് നരകിപ്പിച്ചില്ലേ. ഇനിയും ആ സ്വത്തുക്കൾ എന്ന് പറഞ്ഞ് നാണാവുന്നില്ലേ ചെറിയച്ഛന് സ്വന്തം അച്ഛൻ്റെ പാത പിന്തുടരാൻ? പാർത്ഥസാരഥി ചോദിച്ചതും, അതെ, ഞാൻ എൻ്റെ അച്ഛൻ്റെ പാത പിന്തുടരുന്ന ആൾ തന്നെയാണ്. എൻ്റെ അച്ഛൻ എന്ത് തീരുമാനിക്കുന്നോ അത് തന്നെ നടക്കും. നകുൽ പറഞ്ഞതും നകുലിൻ്റെ കവളിൽ ആഞ്ഞൊരു അടി വീണിരുന്നു. ഞെട്ടലോടെ നകുൽ മുഖമുയർത്തിയപ്പോൾ കണ്ടത് തൻ്റെ മുന്നിൽ നിൽക്കുന്ന അമ്മയെയാണ്. നിനക്ക് നാണമില്ലേ നകുൽ? ഞാൻ ജന്മം നൽകിയത് 3 ആമക്കളെയാണ്, അല്ലാതെ നട്ടലില്ലാത്ത മക്കളെയല്ല.
അച്ഛൻ്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. എന്നുവെച്ച് അച്ഛനെ തല്ലണമെന്നല്ല. പക്ഷേ അച്ഛൻ തെറ്റ് ചെയ്താലും ആര് തെറ്റ് ചെയ്താലും അത് തെറ്റാണെന്ന് പറയാനുള്ള ചങ്കൂറ്റമെങ്കിലും കാണിക്കണ്ടേ നിങ്ങൾ മക്കൾ? ശരിയാ, ഞാൻ നിങ്ങൾക്ക് ജന്മം മാത്രമേ നൽകിയിട്ടുള്ളൂ. നിങ്ങളെ വളർത്തിയതും എല്ലാം പഠിപ്പിച്ചതുമെല്ലാം നിങ്ങളുടെ അച്ഛനാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് പക, പ്രതികാരം, സ്വത്ത് എന്നെല്ലാം ഇട്ടു തന്നതും നിങ്ങളുടെ അച്ഛൻ തന്നെയാണ്. അവിടെ തോറ്റുപോയത് നിങ്ങളുടെ അമ്മയാണെന്ന് മാത്രം. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്നെക്കുറിച്ചൊന്ന് ചിന്തിക്കാമായിരുന്നു മക്കളെ. നിങ്ങളുടെ അച്ഛൻ്റെ മുന്നിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. നകുൽ, നീ ശരിക്കും തോറ്റുപോയൊരു മനുഷ്യനാണ്. സ്നേഹിച്ച പെണ്ണിനെ അച്ഛൻ്റെ വാക്ക് കേട്ട് ഉപേക്ഷിച്ച് വന്നു. അതും അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്. ഏറ്റവും കൂടുതൽ നിന്റെ സാമീപ്യം അവൾ ആഗ്രഹിക്കുന്ന സമയത്ത് അവളെ നീ ഒറ്റപ്പെടുത്തിക്കൊണ്ട് വന്നു. പക്ഷേ ദൈവം എന്ന് പറഞ്ഞ ആളുണ്ട് മുകളിൽ. അദ്ദേഹം അവൾക്ക് കൂട്ടായി താങ്ങായി നിന്നു. അതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഇത്രയും നല്ലൊരു ജീവിതവും ഇത്രയും നല്ല ഒരു മകളെയും കിട്ടിയത്. അതുകൊണ്ട് ഇനി ഞാൻ പറയുക, ഇനിയും അവരെ ദ്രോഹിക്കാൻ നിൽക്കരുത്. നീ അവളെ സംരക്ഷിച്ചിട്ടില്ല, നിന്നെ മകളെ. അതുകൊണ്ട് ഉപദ്രവിക്കാനും ശ്രമിക്കരുത്. ശ്രമിച്ചാ എനിക്ക് നിൻ്റെ അച്ഛൻ്റെ മുന്നിലേ പറയാൻ പറ്റാതെയുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റാതെയുള്ളൂ. പക്ഷേ നിങ്ങളുടെ മുന്നിൽ അമ്മ നിൽക്കും, തല ഉയർത്തിപ്പിടിച്ച് തന്നെ. അവർ പറഞ്ഞതും അമ്മ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പണ്ട് മുതലേ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് അച്ഛൻ തന്നെയല്ലേ? അച്ഛൻ പറയുന്നത് അനുസരിക്കുന്ന മക്കളല്ലായിരുന്നോ ഞങ്ങൾ? അതുകൊണ്ട് അച്ഛനെ മറികടന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും ഒന്നും പറയാൻ പറ്റില്ല. രാഘവേന്ദ്രൻ പറഞ്ഞതും, എടാ, നിന്റെ മകൻ യുവരാജ്, അവള് സ്വന്തം സഹോദരിയെ വിവാഹം കഴിക്കണമെന്നാണ് പറയുന്നത്. നിനക്ക് കുറച്ചും കൂടി ബോധമില്ലേ? അതെങ്ങനെയാ? സഹോദരൻ ബന്ധം അറിയില്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെ സ്നേഹിക്കാൻ ഒരു സഹോദരി ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെയല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എൻ്റെ യുവരാജും ഈ പാർത്ഥസാരഥിയും പറഞ്ഞത് കേട്ടില്ലേ? അവൾ അവരുടെ സഹോദരിയാണെന്ന്. അതുകൊണ്ട് ഇനി അച്ഛൻ എന്നല്ല ആര് പറഞ്ഞാലും ഇവർക്ക് അവൾ സഹോദരി തന്നെയാണ്. അതിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അച്ഛനിപ്പോൾ പറഞ്ഞതിൽ എതിര് നിൽക്കണ്ട, അങ്ങനെ തന്നെ നടക്കട്ടെ. പക്ഷേ നിങ്ങൾ സഹോദരന്മാരാ അവളുടെ ഇഷ്ടമാണ് ആൽഫ്രഡ് സാമുവൽ നരിക്കുന്നേൽ. നമ്മുടെ തറവാട്ടിലെ ഏക പെൺകുട്ടി അവൾ അവൻ്റെ കയ്യിൽ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആൽഫ്രഡിനെ. അവൻ പൊന്നുപോലെ നോക്കിക്കോളും. അതുകൊണ്ട് അതിനിടയിൽ ചെന്ന് കൈകടത്തി അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാൻ നോക്കണ്ട. അവർക്ക് കാവലായി തന്നെ ഉണ്ടാകും. പിന്നെ അഗ്നിയെ പറഞ്ഞ് മനസ്സിലാക്കുക തന്നെ വേണം. ഒരിക്കലും അഗ്നി ആഗ്രഹിക്കുന്നത് നടക്കരുത്. അഗ്നിയുടെ ജീവിതത്തിലേക്ക് അവൾ ചെല്ലരുത്. ആ കുട്ടി ഇപ്പോൾ നല്ലൊരു ഭാര്യയായിട്ട് എല്ലാ അർത്ഥത്തിലും ആൽഫിയുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് നിങ്ങളായിട്ട് ഒരു തടസ്സവും സൃഷ്ടിക്കരുത്. ഇത് മുത്തശ്ശിയുടെ അപേക്ഷയാണ് എന്ന് പറഞ്ഞതും ഒരു കൈയടിക്കുന്ന ശബ്ദമാണ് എല്ലാവരും കേട്ടത്. അത് കേട്ട് എല്ലാവരും വാതിക്കലേക്ക് നോക്കിയതും എല്ലാവരും കാണുന്നത് അഗ്നിയെയാണ്. വാതിക്കൽ നിൽക്കുകയാണ്. 2 കൈയും 2 കട്ടളപ്പടിയിലും ഊന്നിക്കൊണ്ട് വാതിൽ നിറഞ്ഞു നിൽക്കുന്ന അഗ്നി. അവൻ്റെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നു അപ്പോൾ. കൊള്ളാം, അഗ്നിക്കിട്ട് പണിയാൻ വന്നിരിക്കുന്നോ മുത്തശ്ശി? നിങ്ങൾ പറഞ്ഞ സത്യമാണ്. യുവരാജിനും പാർത്ഥസാരഥിക്കും പിന്നെ ഈ നിൽക്കുന്ന നിങ്ങളുടെ കൊച്ചുമക്കൾക്കും അവൾ സഹോദരിയാണ്. പക്ഷേ അഗ്നിക്ക് അവൾ അങ്ങനെയല്ല. അഗ്നിയുടെ ശബ്ദം കേട്ടതും യുവരാജ് വീണ്ടും ഹാളിലേക്ക് വന്നു. അവനും അഗ്നിയെ നോക്കിക്കാണുകയായിരുന്നു. കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവം, ചുവന്ന് കലങ്ങിയിരിക്കുന്നു. കരഞ്ഞിട്ടുണ്ടോ എന്ന് പോലും യുവരാജിന് ശങ്ക തോന്നി. നീ പറഞ്ഞത് സത്യമാണ്, അവൾ നിന്റെ സഹോദരിയാണ്. ഇപ്പം മുത്തശ്ശി പറഞ്ഞതുപോലെ ഒരിക്കലും സഹോദരിയെ വിവാഹം കഴിക്കില്ല. പക്ഷേ അഗ്നിക്ക് അവളെ വിവാഹം കഴിക്കാം. അഗ്നിയുടെ ജീവിതത്തിലേക്ക് അവളെ കൂട്ടുകയും ചെയ്യാം. അഗ്നി പറഞ്ഞതും, അഗ്നി, നീ ഇതെന്തൊക്കെയാ പറയുന്നത്? അവളിപ്പോൾ ആൽഫ്രഡ് സാമുവലിൻ്റെ ഭാര്യയാണ്. ഒരിക്കലും
അന്യൻ്റെ ഭാര്യയെ ആഗ്രഹിക്കരുത് എന്നല്ല പറയാറ്. അവളിപ്പോൾ അവൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുകയാണ്. ഒരിക്കലും നിന്നെ അവൾ അംഗീകരിക്കില്ല, പാർത്ഥസാരഥി പറഞ്ഞു. അത് കേട്ട് അഗ്നി ഒന്ന് ചിരിച്ചു. അവൾ ആൽഫ്രഡ് സാമുവലിൻ്റെ ഭാര്യയാകുന്നതിന് മുന്ന് ഈ അഗ്നിയുടെ ഭാര്യയായിരുന്നു. അഗ്നിയുടെ ആ വെളിപ്പെടുത്തൽ കേട്ട് എല്ലാവരും ഞെട്ടലോടെ അവനെ നോക്കി. നീ എന്താ പറഞ്ഞത്? യുവരാജ് അഗ്നിയുടെ മുന്നിൽ വന്നു നിന്ന് ചോദിച്ചു. അതെ, അപർണ അഗ്നിദേവിൻ്റെ ഭാര്യയായിരുന്നു എന്ന് അവൻ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി. എല്ലാവരും ഞെട്ടലിലും പകപ്പിലുമായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലല്ലേ എന്ന് പറഞ്ഞ് അഗ്നി ഫോണെടുത്ത് അഗ്നിയും അപർണയും കൂടിയുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുത്തു. അതിൽ അപർണ അഗ്നിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിൽക്കുന്നതും അവൻ അവളെ നെറ്റിയിലേക്ക് സിന്ദൂരം തൊടിയിക്കുന്നതും അവളെ നെറ്റിയിൽ ചുംബിക്കുന്നതും പുഞ്ചിരിയോടെ ആ ചുംബനം സ്വീകരിക്കുന്ന അമ്മുവിനെയും അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയും നെറ്റിയിലെ സിന്ദൂരവും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ആ താലിയിൽ അഗ്നിദേവെന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നതും കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ആ ഫോട്ടോയിലേക്കും പിന്നെ അഗ്നിയിലേക്കും നോക്കി. കണ്ടതും കേട്ടതും വിശ്വസിക്കാൻ പറ്റാതെ നിൽക്കുകയായിരുന്നു അവിടെയുണ്ടായിരുന്ന എല്ലാവരും. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.